ഹലോ ഗൈസ്, ഇന്നെൻ്റെ ഓഫ് ഡേ ആണ്. ഓഫ് ഡേ ആയിട്ട് ഞാനും എൻ്റെ ടിൻ സിസ്റ്റർ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് തോട് പോയി കണ്ടാലെന്ന് പറയാൻ കാരണം മഴയൊക്കെ പെത്തിക്കാലോ. അപ്പോൾ വെള്ളം എന്തോരം കൂടിയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങനെ പോയേ. ഗൈസ്, ഇത്ര പ്രകൃതി ഭംഗി ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഈ ഫോണിൽ കാണുന്നതിലും ഭംഗിയുണ്ട് ഗൈസ് നേരിട്ട് കാണാൻ. പിന്നെ ഞങ്ങൾ ഈ വഴി നേരെ പോവുകയാണെങ്കിൽ ഗൈസ്, നമ്മൾ പണ്ട് വെക്കേഷന് മാങ്ങയൊക്കെ പറിക്കാൻ പോയിരുന്നു കേട്ടോ. നമ്മുടെ കുറേ മാവന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്ത് തീർത്തത്. പിന്നെ ഞാനിപ്പോൾ നേരെ വഴി കണ്ട അങ്ങനെ പോവുകയാണെങ്കിൽ നേരെ മെയിൻ റോഡ് എത്തും. പണ്ട് ട്യൂഷനൊക്കെ പോയിട്ടൊന്ന് എളുപ്പ വഴി കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി പോകേണ്ടി വരും. ഇപ്പോൾ പോകാറില്ല, മഴ കാരണം ഇഴജന്തുക്കളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പോകാറില്ല. പിന്നെ പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ സംസാരിക്കണതിന് ലെഫ്റ്റ് സൈഡ് നിങ്ങൾ പുഴ കാണുന്നില്ലേ, ഇതിന് പേരുണ്ട് വേലാങ്കുഴി. പണ്ട് വേല എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ആഴം കാരണം മരിച്ച, അങ്ങനെയാണ് വേലാങ്കുഴി എന്ന് പേര് വന്നത്. പിന്നെ ഞങ്ങളുടെ പാടം പണ്ട് വെക്കേഷനുകളിലൊക്കെ കസിൻസിൻ്റെ കൃഷി ഉണ്ടായിരുന്നു, വാഴ കപ്പയൊക്കെ. അപ്പോൾ കസിൻസിൻ്റെ ഒപ്പം കളിക്കാൻ പോകുമായിരുന്നു. ഞങ്ങൾ പണിയൊന്നും എടുക്കില്ല, ജസ്റ്റ് ഈ പാടത്ത് കൂടെ മഴയില്ലാത്ത വലിയ കുഴിയൊന്നുമില്ല, അവൻ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ മഴയാണ് പോരുന്നത് പറഞ്ഞു. ഞാൻ പോയി, ഞാൻ ആ ഗ്യാപ്പ് ചെറിയ പാലം കണ്ട അതിൻ്റെ ആ ഗ്യാപ്പിൻ്റെ കാല് പോയി പൊട്ടി. എന്നിട്ട് പിറ്റേ ദിവസം പനിച്ച് ഞാൻ പേടിച്ചിട്ട് അപ്പോഴും പറഞ്ഞില്ല, എന്നിട്ട് പപ്പ കണ്ടുപിടിച്ച്. പിന്നെ അങ്ങനെ മുറിവൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതിൽ കൂടെ വരും പതുക്കെ പറഞ്ഞാൽ ഈ തെന്നിയടിച്ച് വീഴും. പിന്നെ ഇന്നത്തേക്ക് ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ഓക്കെ, ബൈ, സീ യു.